السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ അദ്ദാഉ വദ്ദവാ എന്ന വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് നാം വായിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ വളരെ പ്രസക്തമായ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. അതായത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയോട് ഒരാൾ അകപ്പെട്ടിരിക്കുന്ന തിന്മയെ സംബന്ധിച്ച് ഫത്വ ചോദിക്കുന്നു. ഞാനൊരു തിന്മയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല, എന്താണ് അതിനുള്ള പരിഹാരം എന്ന് ചോദിക്കുമ്പോൾ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അതിന് നൽകിയ മറുപടിയാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. അതിൽ പരാമർശിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ രോഗവുമായി ബന്ധപ്പെട്ട പ്രതിവിധി എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ് ഇനിയുള്ള ഭാഗങ്ങളിൽ വിശദീകരിക്കുന്നത്. അവസാനം നാം സൂചിപ്പിച്ച വിഷയം ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹം ഏർപ്പെട്ടിരുന്ന വളരെ ദുഷിച്ച ഒരു തിന്മ, പുരുഷന്മാർ അവരുടെ ലൈംഗികാവശ്യത്തിനു വേണ്ടി പുരുഷന്മാരെ തന്നെ സമീപിക്കുക എന്ന വളരെ ദുഷിച്ച ഒരു തിന്മയെ സംബന്ധിച്ചാണ് വിവരിച്ചത്. അതിന്റെ ശിക്ഷയെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് 3 അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒരഭിപ്രായം അതിന് വ്യഭിചാരത്തിന്റെ അതേ ശിക്ഷയാണ് എന്നുള്ളതാണ്. അതായത് വിവാഹിതനായ, വിവാഹം കഴിക്കുകയും ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്ത ഒരാളാണ് ഈ കൃത്യത്തിൽ ഏർപ്പെടുന്നത് എങ്കിൽ അവനെ എറിഞ്ഞുകൊല്ലണം. അതല്ല, വിവാഹം കഴിക്കാത്ത ഒരാളാണ്, അല്ലെങ്കിൽ വിവാഹം കഴിച്ച് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത ഒരാളാണ് എങ്കിൽ അവനെ 100 അടി അടിക്കുകയും നാടുകടത്തുകയും ചെയ്യണം. അതായത് വ്യഭിചാരത്തിന്റെ അതേ ശിക്ഷ. രണ്ടാമതൊരു അഭിപ്രായം, അതാണ് ബഹുഭൂരിപക്ഷം ഉലമാക്കളുടെയും അഭിപ്രായം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അതാണ് ഇവിടെ സ്ഥാപിക്കുകയും ചെയ്യുന്നത്. അതായത് ഈ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ സിനയുടെ ശിക്ഷ എന്താണോ, വ്യഭിചാരത്തിന്റെ ശിക്ഷ എന്താണോ, അതിനേക്കാൾ കഠിനമായതാണ്. ഇത് പ്രവർത്തിക്കുന്നയാൾ വിവാഹിതനാകട്ടെ അല്ലാതിരിക്കട്ടെ, എങ്ങനെയാണെങ്കിലും അവൻ കൊല്ലപ്പെടണം എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം ഉലമാക്കളുടെയും ശരിയായ അഭിപ്രായം.
കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, മൻ വജത്തുമൂഹു യഅമലു അമല ഖൗമി ലൂത്തിൻ ഫഖ്തുലുൽ ഫാഇല വൽ മഫ്ഊല ബി. ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹം പ്രവർത്തിക്കുന്ന ആ പ്രവൃത്തി ചെയ്യുന്നതായിട്ട് നിങ്ങൾ ആരെയെങ്കിലും കണ്ടാൽ അത് പ്രവർത്തിക്കുന്നവനെയും കൊല്ലണം, ആരിലാണോ അവൻ പ്രവർത്തിച്ചത് അവനെയും, ഇരുകൂട്ടരെയും വധിച്ചു കളയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് വന്നിട്ടുണ്ട് എന്നുള്ള കാരണത്താലാണ്. മൂന്നാമതൊരു വിഭാഗം പറയുന്നത് ഇതിന്റെ ശിക്ഷ വ്യഭിചാരത്തിന്റെ ശിക്ഷയേക്കാൾ കുറവാണ്. കാരണം അവര് പറയുന്ന ന്യായം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് പ്രത്യേകം ഒരു ഹദ് നിർണയിച്ചിട്ടില്ല എന്നുള്ളതിനാലാണ് എന്നാണ് അവരുടെ വാദം. ആ വാദത്തിനെ റദ്ദ് ചെയ്യുകയാണ് ഇനിയുള്ള ഭാഗത്തിൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല. അതായത് വ്യഭിചാരത്തിന്റെ ശിക്ഷയേക്കാൾ ചെറിയ ശിക്ഷയാണ് ഇതിനുള്ളത് എന്നുള്ള വാദം ശരിയല്ല എന്ന് സ്ഥാപിക്കുകയാണ്. ഫസ്ലുൻ ഫിൽ അജ്വിബതി അമ്മ ഇഹ്തജ്ജ ബിഹി മൻ ജഅല ഉഖൂബത ഹാദിഹിൽ ഫാഹിഷതി ദൂന ഉഖൂബത്തി സിന. ഈ മ്ലേച്ഛ കൃത്യത്തിന്റെ ശിക്ഷ വ്യഭിചാരത്തിന്റെ ശിക്ഷയേക്കാൾ ചെറിയ ശിക്ഷയാണ് എന്ന് തെളിവ് പറഞ്ഞിരിക്കുന്ന ആളുകൾക്കുള്ള ഉത്തരം, അവർക്കുള്ള ജവാബിനെ പറയുന്ന അധ്യായമാണിത്. അമ്മാ ഖൗലുഹും, അവരുടെ ന്യായം, ഇന്നഹാ മഅസിയത്തുൻ ലം യജ്അലില്ലാഹു ഫീഹാ ഹദ്ദൻ മുഅയ്യന. അതാണ് അവർ കാരണമായിട്ട് പറയുന്നത്. ഇതൊരു പാപമാണ്, പക്ഷെ ഇതിന് മുഅയ്യനായ ക്ലിപ്തമായ ഒരു ഹദ്ദ്, ഒരു ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ വാദം. ഫജവാബുഹു മിൻ വുജൂഹിൻ. അതിനുള്ള ഉത്തരം വ്യത്യസ്ത തലങ്ങളിൽ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഉത്തരം, അഹദുഹ അന്നൽ മുബല്ലിഗ അനില്ലാഹി ജഅല ഹദ്ദ സാഹിബിഹാ അൽ ഖത്ല ഹത്മൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമുക്ക് ദീൻ പഠിപ്പിച്ചു നൽകിയതായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പ്രവർത്തിക്കുന്നയാൾക്ക് നിർബന്ധമായും കൊലപാതകം ശിക്ഷ വിധിക്കണം എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അല്ലാഹു ഇതിന് പ്രത്യേകം ഹദ് നിശ്ചയിച്ചിട്ടില്ല എന്നാണ് അവരുടെ വാദമെങ്കിൽ, അല്ലാഹുവിങ്കൽ നിന്ന് ദീൻ നമുക്ക് എത്തിച്ചു നൽകുന്നതായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയുള്ള ആളുകളെ നിർബന്ധമായും കൊല ചെയ്യപ്പെടണം എന്നുള്ള ശിക്ഷ നിശ്ചയിച്ചിട്ടുണ്ട്. വമാ ശറഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നമാ ശറഅഹു അനില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തെ നിയമമാക്കിയാൽ അത് അല്ലാഹു നിയമമാക്കിയതാണ്. അല്ലാഹു നിയമമാക്കിയത് എന്താണോ, ശറഅാക്കിയത് എന്താണോ, അത് മാത്രമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിയമമാക്കുന്നത്. ഫഇൻ അറത്തും അന്ന ഹദ്ദഹാ ഗൈറു മഅലൂമിൻ ബിശ്ശർഇ ഫഹുവ ബാത്തിലുൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാദം ശറഇൽ ഇത് അറിയപ്പെട്ട കാര്യമല്ല, ഇങ്ങനൊരു ഹദ്ദില്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ ആ വാദം തീർത്തും എന്താണ്, നിരർത്ഥകമാണ്, അത് ബാത്തിലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത് തന്നെയാണത്. എന്നാൽ വഇൻ അറത്തും അന്നഹു ഗൈറു സാബിതിൻ ബിനസ്സിൽ കിതാബി ലം യൽസം മിൻ ദാലിക ഇന്തിഫാഉ ഹുക്മിഹി ലിസുബൂതിഹി ബിസുന്ന. അതല്ല, ഇനി നിങ്ങളുടെ വാദം ഇതിന്റെ ശിക്ഷ ഖുർആനിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ വാദം. എന്നാൽ ഖുർആനിൽ ഒരു ശിക്ഷ വന്നിട്ടില്ല എന്നുള്ളത് അതിന്റെ ആ ഹുക്കുമ് സ്ഥിരപ്പെടുന്നത് സുന്നത്തിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ആ ഹുക്കും ഉണ്ടാവുകയില്ല, ആ വിധി ഇല്ല എന്നുള്ളതിന് അനിവാര്യമാക്കി തീർക്കുന്നില്ല. അതായത് ഒരു വിധി, ഒരു ശിക്ഷ ഖുർആനിൽ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരു നിയമം ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് എന്തല്ല, അത് അനിവാര്യമാക്കുന്നില്ല. അങ്ങനെ ഒരു ഹുക്കും ഇല്ല എന്നുള്ളതിനെ അനിവാര്യമാക്കി തീർക്കുന്നില്ല. കാരണം എന്താണ്, അത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് എന്തല്ല, ഈ നിയമമില്ല എന്നുള്ളതിന് നിർബന്ധമാക്കി തീർക്കുന്നില്ല. അപ്പോ സുന്നത്തിൽ വന്നാൽ അത് തന്നെ എന്തായി, മതി എന്നർത്ഥം. മാത്രമല്ല, രണ്ടാമതായി അവരുടെ വാദത്തിനുള്ള മറുപടി, അന്ന ഹാദാ യൻതഖിദു അലൈക്കും ബിർറജ്മി ഫഇന്നഹു ഇന്നമാ സബത ബിസ്സുന്ന. ഖുർആനിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നുള്ളതിനാൽ അവർക്ക് സിനയേക്കാൾ ചെറിയ ശിക്ഷയാണ് എന്നാണ് നിങ്ങൾ വാദിക്കുന്നത് എങ്കിൽ, ഇത് റജ്മിന്റെ, എറിഞ്ഞുകൊല്ലുക എന്നുള്ള, വിവാഹിതനായ വ്യഭിചാരിയെ എറിഞ്ഞുകൊല്ലണം എന്നുള്ള ശിക്ഷയുടെ കാര്യത്തിൽ നിങ്ങളുമായിട്ട് എന്ത് ചെയ്യും, എതിരിടും, തനാഖുലാകും. കാരണം എന്താണ്, ഫഇന്നഹു ഇന്നമാ സബത ബിസ്സുന്ന. വിവാഹിതനായ വ്യഭിചാരിയെ എറിഞ്ഞുകൊള്ളണം എന്നുള്ളത് സ്ഥിരപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്, സുന്നത്തിലാണ്.
ഖുർആനിൽ നേരിട്ട് എന്ത് ചെയ്തിട്ടില്ല, പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റജ്മിന്റെ വിവാഹിതനായ വ്യഭിചാരി എറിഞ്ഞുകൊല്ലുന്ന വിഷയത്തിൽ നിങ്ങളുടെ ഈ വാദം എന്ത് ചെയ്യും, പരസ്പരം തനാക്കുലായി വൈരുദ്ധ്യമായി വരും. ഫൈൻ കുൽത്തും, അല്പം നിങ്ങൾ പറയുകയാണ്, ബൽ സബത ബി ഖുർആനിൻ നുസിഖ ലഫ്ദുഹു വബഖിയ ഹുക്മുഹു, അതല്ല, വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലണം എന്നുള്ളത് ഖുർആനിൽ സ്ഥിരപ്പെട്ടത് തന്നെയായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, അതിന്റെ പദങ്ങൾ, ആ ആയത്ത് ഖുർആനിൽ നിന്ന് എന്ത് ചെയ്തു, ദുർബലപ്പെടുത്തി. എന്നാൽ അതിന്റെ ഹുക്മ്, അതിന്റെ വിധി നിലനിൽക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ഖുൽന, നാം പറയും, ഫയുൻഖദു അലൈക്കും ബിഹദ്ദി ശാരിബിൽ ഖംരി, അപ്പോ മദ്യപിച്ചതായ ഒരാൾക്ക് അടി കൊടുക്കണം, ഹദ്ദ് കൊടുക്കണം, 40 അടി കൊടുക്കണം എന്നുള്ള നിയമവുമായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ വൈരുദ്ധ്യത്തിലാകും, തനാക്കുലാകും. കാരണം എന്താണ്, മദ്യപിച്ച ഒരാളെ ഹദ്ദ് ചെയ്യണം, അവനെ അടിക്കണം എന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല, ഒരു രീതിയിലും ഖുർആനിൽ വന്നിട്ടില്ല, സുന്നത്തിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഈ വാദം എന്തല്ല, നിലനിൽക്കുന്ന വാദമല്ല എന്നുള്ളതാണ്. മൂന്നാമത് അവരുടെ ന്യായം, അവർക്കുള്ള മറുപടി, അന്ന നഫിയ ദലീലിൻ മുഅയ്യനിൻ ലാ യസ്തൽസിമു നഫിയ മുത്ലഖ് ദലീലി വലാ നഫിയ മദ്ലൂലി ഫകൈഫ വഖദ് ഖദ്ദംനാ അന്ന ദലീൽ الذي നഫൈതുമൂഹു ഗൈറു മുൻതഫീൻ. ഇവർ പറയുന്ന നിശ്ചിതമായ ക്ലിപ്തമായ ഒരു ദലീല്, ഒരു തെളിവ് ഒരു കാര്യത്തിനില്ല എന്നുള്ളത്, അത് വേറെ തെളിവുകൾ ഇല്ല എന്നുള്ളതിനെ അനിവാര്യമാക്കി തീർക്കുന്നില്ല. ആ തെളിവ് എന്തിന്റെ മേൽ അറിയിക്കുന്നുണ്ടോ അറിയിക്കപ്പെടുന്ന കാര്യവും ഇല്ല എന്നുള്ളതിന്റെ മേൽ അറിയിക്കുന്നില്ല. അപ്പൊ ഒരു കാര്യത്തിന് നേരിട്ട് അതിനൊരു തെളിവ് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിന് വേറെ തെളിവുകളൊന്നുമില്ല എന്നതിന് അർത്ഥമില്ല, അല്ലെങ്കിൽ ആ കാര്യം നിലനിൽക്കുന്നില്ല എന്നുള്ളതിനും അർത്ഥമില്ല. ഏതവസ്ഥയിൽ ഈ പറയപ്പെട്ട കാര്യമാകട്ടെ, ഇവർ നിഷേധിക്കുന്ന ഈ കാര്യമാകട്ടെ, അതെന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥിരപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതായത് പുരുഷനും ലൈംഗിക വൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവനെ വധിക്കണം എന്നുള്ളതായ ദലീല് എവിടെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ഇവർ നിഷേധിക്കുന്നതായ ഈ ദലീല് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നിരിക്കെ, അപ്പോ എന്താണ്, ഇവർ ഈ പറയുന്ന നിഷേധിക്കുന്ന ഈ എന്താണ് ദലീലില്ല എന്നുള്ളതിന് യാതൊരു അർത്ഥവുമില്ല എന്നർത്ഥം. അമ്മാ ഖൗലുക്കും, എന്നാൽ നിങ്ങളുടെ വാക്യം, ഇന്നഹു വതുഉൻ ലാ തഷ്തദിഹി അത്ബാ, മറ്റൊരു ന്യായം അവർ പറയുകയാണ്. അതായത് ഈ സ്വർഗ ലൈംഗികതയ്ക്കുള്ള ശിക്ഷ വ്യഭിചാരത്തെക്കാൾ ചെറിയ ശിക്ഷയാണ് എന്നുള്ളതിന് വേറൊരു ന്യായം അവർ പറയുന്നത്, ഇന്നഹു വതുഉൻ ലാ തഷ്തദിഹി അത്ബാ, ഇത് ഒരു ലൈംഗിക ബന്ധമാണ്, പക്ഷേ എന്ത് ചെയ്യുന്നു, ഇതിൽ സ്വാഭാവികമായി മനുഷ്യന്റെ പ്രകൃതം അതിനെ ആഗ്രഹിക്കുന്നതല്ല. നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നു, ഏതൊരു ശിക്ഷയുടെയും ഏതൊരു തിന്മയുടെയും ശിക്ഷ കാഠിന്യമാകാനുള്ള കാരണം കൂടുതൽ മനസ്സെന്ത് ചെയ്യുന്നു, ആ തിന്മയിലേക്ക് ആഗ്രഹമുണ്ടാകുന്നു. അങ്ങനെയുള്ള തിന്മകളാണെങ്കിൽ അതിന്റെ ശിക്ഷ എന്തായിരിക്കും, കഠിനമായതായിരിക്കും. എങ്കിൽ മാത്രമേ ആ തിന്മ എന്ത് ചെയ്യാൻ പറ്റൂ, തടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇവർ വാദിക്കുകയാണ്, പൊതുവെ ഈ പറയുന്ന സ്വർഗ ലൈംഗികത എന്നുള്ളത് മനുഷ്യപ്രകൃതം പൊതുവെ ആഗ്രഹിക്കുന്ന കാര്യമല്ല. ബൽ റക്കബല്ലാഹു തിബാഅ അല നഫ്റതി മിൻ, അല്ലാഹു പ്രകൃതത്തെ നിശ്ചയിച്ചിരിക്കുന്നത് അതിനോട് വെറുപ്പുള്ള നിലയിലാണ്. ഫഹുവ കബതുഇൽ മൈതതി വൽ ബഹീമ, അത് ശവത്തെയും അല്ലെങ്കിൽ മൃഗങ്ങളെയും ഭോഗിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് എന്താണ്, ഇതിന്റെ ശിക്ഷ ചെറിയ ശിക്ഷയാണ്. കാരണം പൊതുവെ മനുഷ്യന്മാർക്ക് എന്താണ്, അതിന് വെറുപ്പാണ്, അതിലേക്ക് സ്വാഭാവികമായിട്ട് ആളുകൾ പോവുകയില്ല എന്നുള്ളതിനാൽ അതിന്റെ ശിക്ഷ ചെറുതാണ് എന്നുള്ളതാണ് അവരുടെ വാദം. ഫജവാബുഹു മിൻ വുജൂഹി, ഈ ന്യായത്തിനും വ്യത്യസ്തങ്ങളായ മറുപടികൾ ഇമാം അവറുകൾ നൽകുകയാണ്. അഹദുഹ, അതിൽ ഒന്നാമത്തേത്, അന്നഹു ഖിയാസുൻ ഫാസിദുൽ ഇഅ്തിബാർ മർദൂദുൻ ബിസുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇജ്മാഇ സ്വഹാബ കമാ തഖദ്ദമ ബയാനു. ഈ ഇവരുടെ ഖിയാസ്, ഇവർ താരതമ്യം ചെയ്തത് അത് ഫാസിദായ, പരിഗണനീയമല്ലാത്തതായ ഒരു താരതമ്യമാണ്. ഒരു വസ്തുവിനെ വേറൊന്നിലേക്ക് താരതമ്യം ചെയ്യണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളൊന്നും പാലിക്കാത്ത, തുല്യതയില്ലാത്ത രണ്ട് കാര്യങ്ങളെയാണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത്, പരസ്പരം ഖിയാസാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഫാസിദായ, തെറ്റായ ഒരു ഖിയാസാണ്. മാത്രമല്ല ഇവരുടെ ഈ ഖിയാസിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനാൽ അത് തള്ളപ്പെടുന്നതാണ്. കാരണം സുന്നത്ത് എന്ത് ചെയ്തു, ഇവിടെ സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ശിക്ഷയെ സംബന്ധിച്ച്.
അതേപോലെ തന്നെ സ്വഹാബികളുടെ ഇജ്മാഉം ഈ വിഷയത്തിലുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ കൊല്ലണം എന്നുള്ളതിൽ സ്വഹാബികൾക്ക് ഇജ്മാ ഉണ്ട്. എങ്ങനെ കൊല്ലണം എന്നുള്ളതിലാണ് എന്തുള്ളൂ സ്വഹാബികളുടെ ഇടയിൽ തർക്കമുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർ കൊല ചെയ്യപ്പെടണം എന്നുള്ളതിൽ എന്തില്ല, സ്വഹാബികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ല, ഇജ്മാ ഉള്ള കാര്യമാണ്. അതിന്റെ വിശദീകരണം നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. രണ്ടാമത് അവർക്കുള്ള മറുപടി അന്ന ഖിയാസ വത്ഇൽ അംറദി അൽ ജമീലി അല്ലദീ ഫിത്നതുഹു തർബു, ഒരു അമ്രദ് എന്ന് പറഞ്ഞാൽ മീശയും താടിയും ഒന്നും മുളയ്ക്കാത്ത ആൺകുട്ടികളാണ്. അങ്ങനെയുള്ള ഭംഗിയുള്ള ഒരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതിനെ ഖിയാസ് ചെയ്യൽ, താരതമ്യം ചെയ്യൽ. അല്ലദീ ഫിത്നതുഹു തർബു, ഇങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ബന്ധത്തിന്റെ ഫിത്നയാണ് കൂടുതൽ ഉയർന്നു നിൽക്കുന്നത്. കാരണം അത് മറ്റുള്ള ഫിത്നകളെക്കാൾ വ്യാപകമായിട്ട് നടക്കാൻ സാധ്യതയുള്ളതാണ്. സ്ത്രീകളുമായുള്ള വ്യഭിചാരത്തെക്കാൾ കൂടുതൽ നടക്കാനുള്ള സാധ്യതകൾ ഉള്ള കാര്യമാണെന്ത്, ഈ പറയുന്ന കാര്യം. ഇതിന്റെ ഫിത്ന അധികമാണ്. അലാ കുല്ലി ഫിത്നത്തിൻ, മറ്റുള്ള ഫിത്നകളുടെ മേൽ ഇത് ഉയർന്നു നിൽക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഇതിനെ താരതമ്യം ചെയ്യൽ അലാ വത്ഇ അഥാനിൻ അവിമ്രഅത്തിൻ മയ്യിതത്തിൻ, ഒരു കഴുതയെ ഭോഗിക്കുന്നതിനോട് അല്ലെങ്കിൽ ഒരു മയ്യത്തായ ഒരു സ്ത്രീയെ ഭോഗിക്കുന്നതിനോട് ഇതിനെ താരതമ്യം ചെയ്യുക എന്നുള്ളത് മിൻ അഫ്സദിൽ ഖിയാസ്, അത് ഏറ്റവും മോശപ്പെട്ട ഖിയാസാണ്, ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത താരതമ്യമാണ്. വഹൽ യഅദിലു ദാലിക അഹദുൻ ഖത്തു, ആരെങ്കിലും ഇതിനെന്ത് ചെയ്യില്ല, സമമാക്കുകയില്ല. ഇങ്ങനെ ഒരു ജീവനുള്ളതായ ഭംഗിയുള്ളതായ ഒരു ആൺകുട്ടിയുമായിട്ടുള്ള ബന്ധത്തെ ആരും തന്നെ തുല്യമാക്കുകയില്ല. ബി അഥാനിൻ ഔ ബഖറത്തിൻ ഔ മയ്യിതത്തിൻ, ഒരു കഴുതയെ ഭോഗിക്കുന്നതിനോട് അല്ലെങ്കിൽ ഒരു പശുവിനെ ഭോഗിക്കുന്നതിനോട് അല്ലെങ്കിൽ ജീവനില്ലാത്ത ഒരു മയ്യത്തിനെ ഭോഗിക്കുന്നതിനോട് ബുദ്ധിയുള്ള ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഇത് രണ്ടും സമമാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ ഔ സബാദാലിക അഖല ആഷിഖിൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഔ അസറ ഖൽബഹു അവിസ്തൗല അലാ ഫിക്രിഹി വനഫ്സി, ഇത് അവന്റെ ഒരു ഇങ്ങനെയുള്ള മനസ്സിലെ ഇഷ്ക് വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ബുദ്ധിയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു ഇതുപോലുള്ള കാര്യം. അല്ലെങ്കിൽ അവന്റെ ഹൃദയത്തെ ബന്ധിച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ളതായ ഇഷ്ക്. അവിസ്തൗല അലാ ഫിക്രിഹി വനഫ്സി, അതല്ലെങ്കിൽ അവന്റെ മേൽ, അവന്റെ നഫ്സിന്റെ മേൽ, അവന്റെ ചിന്തയുടെ മേൽ ഇത് എന്ത് ചെയ്യുകയാണ്, അധീശത്വം സ്ഥാപിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഈ പറയുന്ന കാര്യം, അതായത് ഈ ആൺകുട്ടികളുമായിട്ടുള്ള ലൈംഗിക ബന്ധം, ഇത് പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യും, കീഴ്പ്പെടുത്തിക്കളയും. അവരുടെ മനസ്സുകളെ അതിൽ മാത്രം തളച്ചിടുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു കാര്യത്തെ ഈ പറയുന്ന മൃഗങ്ങളുമായിട്ടുള്ള ഭോഗവുമായിട്ട് താരതമ്യം ചെയ്യുക എന്നുള്ളതല്ല, സാധ്യമല്ല. കാരണം അങ്ങനെ പറയാൻ കാരണം ഇമാം അവറുകൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം തെളിവുകൾ സമർപ്പിക്കുന്നുണ്ട്. മുൻകഴിഞ്ഞിരിക്കുന്ന സമൂഹങ്ങളിലും അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മുസ്ലിം സമൂഹങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഉണ്ടായിരുന്ന പല രോഗങ്ങളെ സംബന്ധിച്ച്, അത് എങ്ങനെയാണ് മനുഷ്യരുടെ ബുദ്ധിയെ കവർന്നെടുക്കുന്നത്, ഒരു മനുഷ്യന്റെ ചിന്തയുടെ മേൽ അധീശത്വം സ്ഥാപിക്കുന്നത് എന്നതിനെ പല രീതിയിൽ ഇമാമുകൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥാപിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തെ ഈ പറയുന്ന മൃഗഭോഗവുമായിട്ട് താരതമ്യം ചെയ്യുക എന്നുള്ളത് എന്തല്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ കാര്യമല്ല. ഫലൈസ ഫിൽ ഖിയാസ് അഫ്സദു മിൻ ഹദാ, അതുകൊണ്ട് ഈ പറയുന്ന താരതമ്യത്തെക്കാൾ മോശപ്പെട്ട വേറൊരു താരതമ്യമില്ല, അതായത് തെറ്റായ ഒരു താരതമ്യമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ന്യായം. മൂന്നാമത്തെ ന്യായം അന്ന ഹാദാ മുൻതഖിദുൻ ബിവത്ഇൽ ഉമ്മി വൽ ബിൻതി വൽ ഉഖ്തി, أن هذا منتقض بوطء الأم والبنت والإخوة فإن النفرة الطبيعية عنه حاصلة. അപ്പോൾ ഇവിടെ ഇവരുടെ ന്യായം ഇത് മനുഷ്യപ്രകൃതത്തോട് എന്താണ്, സ്വാഭാവികമായിട്ടും മനുഷ്യപ്രകൃതം അതിനെ വെറുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ശിക്ഷ എന്താണ്, ചെറുതാണെന്നുള്ളതാണ്. എന്നാൽ അന്ന ഹാദാ മുൻതഖിദുൻ ബിവത്ഇൽ ഉമ്മി വൽ ബിൻതി വൽ ഉഖ്ത്, ഈ പറയുന്ന ഇവരുടെ ഈ ന്യായം വൈരുദ്ധ്യമാണ്. ഏതൊരു കാര്യത്തിൽ ഒരു ആൾ അവന്റെ ഉമ്മയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ പെൺകുട്ടിയുമായിട്ട്, അവന്റെ മകളുമായിട്ട്, അല്ലെങ്കിൽ സഹോദരിയുമായിട്ട്,
ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവനുള്ള ശിക്ഷ എന്താണ്? അതികഠിനമായ ശിക്ഷയാണ്, വ്യഭിചാരത്തെക്കാൾ കഠിനമായ ശിക്ഷയാണ്. فإن النفرة طبيعية عنه حاصلة مع أن الحد فيه من أغلظ الحدود. ഇവിടെ സ്വാഭാവികമായിട്ടും ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ അവന്റെ മാതാവുമായിട്ട് അല്ലെങ്കിൽ മകളുമായിട്ട് സഹോദരിയുമായിട്ട് ഈ രീതിയിൽ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് അത് മനുഷ്യപ്രകൃതത്തിന് തീർത്തും യോജിക്കാത്ത കാര്യമാണ്. ഒരു മനുഷ്യനും അതിനെ എന്ത് ചെയ്യുന്നില്ല, അത് പൂർണ്ണമായിട്ടും അതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. എന്നിട്ട് കൂടി അതിന്റെ ശിക്ഷ എങ്ങനെയുള്ളതാണ്? അഗ്ലദുൽ ഹുദൂദ് മിൻ അഗ്ലദിൽ ഹുദൂദ്, ഹദ്ദുകളിൽ ഏറ്റവും കഠിനമായ ഹദ്ദാണ് ഇവർക്കുള്ളത്. അപ്പൊ പറഞ്ഞ ഈ അവരുടെ വാദം ഇതുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? തനാക്കുലായിരിക്കുന്നു, വൈരുദ്ധ്യമായിരിക്കുന്നു. ഇവര് പറഞ്ഞത് ഒരു തിന്മയോടുള്ളതായ മനുഷ്യപ്രകൃതം അതിനോട് വെറുപ്പ് കാണിക്കുന്നതാണെങ്കിൽ അതിന്റെ ശിക്ഷ ചെറുതായിരിക്കുമെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയാണ് എങ്കിൽ മാതാക്കളോട് അല്ലെങ്കിൽ പെൺമക്കളോട് സഹോദരിമാരോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആളുകൾ വെറുക്കുന്ന കാര്യമാണ്. എന്നാൽ അതിന്റെ ശിക്ഷയാകട്ടെ ഏറ്റവും കഠിനമായ ശിക്ഷയുമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ വാദം എന്തായിരിക്കുന്നു? ഇതുമായിട്ട് വൈരുദ്ധ്യമായിരിക്കുന്നു. ഫി അഹദിൽ ഖൗലൈൻ, ഉലമാക്കൾക്ക് രണ്ടഭിപ്രായമുണ്ട്. അവിടെ ഏറ്റവും കഠിനമായ ശിക്ഷയാണ് എന്നുള്ളതാണ് ഒരഭിപ്രായം. വഹുവൽ ഖത്ലു ബികുല്ലി ഹാലിൻ മുഹ്സനൻ കാന ഔ ഗൈറ മുഹ്സൻ. ഇങ്ങനെ മാതാവിനെ അല്ലെങ്കിൽ സഹോദരിയെ, മകളെ ലൈംഗികതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ, അവർ വിവാഹിതരാകട്ടെ അല്ലാത്തവരാകട്ടെ, അവരെ കൊന്നുകളയണം എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. വഹാദ ഇഹദ റിവായത്തൈനി അനിൽ ഇമാം അഹ്മദ് വഹുവ ഖൗലു ഇസ്ഹാഖ് ബിൻ റാഹവൈ വജമാഅത്ത് മിൻ അഹ്ലിൽ ഹദീസ്. ഇമാം അഹമ്മദിന്റെ ഒരഭിപ്രായം അതാണ്, ഒരു റിവായത്ത് അതാണ്. അതുപോലെ ഇസ്ഹാഖ് ബിൻ റാഹവൈഹിയുടെ അഹ്ലുൽ ഹദീസിൽ നിന്ന് ഒരു വിഭാഗം ഉലമാക്കളുടെ എല്ലാം അഭിപ്രായം ഇവർക്കുള്ള ശിക്ഷ കഠിനമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? അവരുടെ വാദം വൈരുദ്ധ്യമായിരിക്കുന്നു. വഖദ് റവാ അബൂ ദാവൂദ മിൻ ഹദീസിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ലഖീതു അമ്മി, ഞാൻ എന്റെ പിതൃവ്യനെ കണ്ടുമുട്ടി. വമഅഹു അർറായ, അദ്ദേഹം പതാക എന്തിക്കൊണ്ടു പോവുകയാണ്. ഫഖുൽതു ഇലാ ഐന തുരീദ്, ഞാൻ ചോദിച്ചു എങ്ങോട്ടാണ് താങ്കൾ പോകുന്നത്? ഖാൽ ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ റജുലിൻ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ നിയോഗിച്ചിരിക്കുകയാണ് ഒരാളുടെ അടുക്കലേക്ക്. നകഹ ഇംറഅത അബീഹി മിൻ ബഅദി, ആ മനുഷ്യൻ എന്ത് ചെയ്തു? അവന്റെ ഉപ്പയുടെ ഭാര്യയെ വിവാഹം ചെയ്തു, ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഉപ്പയുടെ മരണത്തിന് ശേഷം എന്ന് പറഞ്ഞു. അൻ അദ്രിബ ഉനുഖഹു വആഖുദ മാലഹു, അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ പിരടി വെട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നിയോഗിച്ചിരിക്കുകയാണ്, അവന്റെ സമ്പത്ത് പിടിച്ചെടുക്കാൻ എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? നിയോഗിച്ചിരിക്കുന്നു എന്ന് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിന്റെ പിതൃവ്യൻ പറയുകയുണ്ടായി. ഇമാം തുർമിദി റഹ്മഹുല്ല പറഞ്ഞു, ഹാദാ ഹദീസുൻ സ്വഹീഹുൻ, ഇത് സ്വഹീഹായ ഹദീസാണ്. ജൗസജാനി റഹ്മഹുല്ല പറഞ്ഞു, ഇവിടെ ബറാ റളിയല്ലാഹു അൻഹുവിന്റെ അമ്മ അൽ ഹാരിസ് ഇബ്നു അംർ ആണ്. അപ്പോ എന്താണ്, ഒരാൾ തന്റെ, ഇത് സ്വാഭാവികമായിട്ടും മനുഷ്യപ്രകൃതത്തിന് വിരുദ്ധമാണ്. ഉപ്പയുടെ ഭാര്യ അല്ലെങ്കിൽ മാതാവാണത്, അവരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് പാടില്ലാത്തതാണ്. പക്ഷെ എന്ത് ചെയ്തിരിക്കുന്നു? അവരെ കൊന്നുകളയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിരിക്കുകയാണ്? നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വഫീ സുനൻ ഇബ്നു മാജ മിൻ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ, ഇബ്നു മാജ റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ വഖഅ അലാ ദാതി മഹ്റമിൻ ഫഖ്തുലൂ, ആരെങ്കിലും മഹറമായ, അതായത് വിവാഹബന്ധം നിശ്ചയമായി ഒരു രീതിയിലും വിവാഹബന്ധം പാടില്ലാത്ത ആളുകൾ, അവരാണ് മഹറം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ, അങ്ങനെയുള്ള ആളുകളുമായിട്ട് ആരെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഫഖ്തുലൂ, അവനെന്ത് ചെയ്യട്ടെ? കൊന്നുകളയട്ടെ, നിങ്ങൾ അവനെ കൊന്നുകളയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം തുർമുദിയും ഇബ്നു മാജയും ഇമാം അഹ്മദും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതേപോലെ മറ്റൊരു സംഭവം കാണാം, വറുഫിഅ ഇലൽ ഹജ്ജാജ് റജുലുൻ, ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവന്നു. ഇഗ്തസബ ഉഖ്തഹു അലാ നഫ്സിഹാ, ആ മനുഷ്യൻ തന്റെ സഹോദരിയെ ബലാത്കാരമായി എന്ത് ചെയ്തു? തന്റെ ആവശ്യപൂർത്തീകരണത്തിന് ഉപയോഗിച്ചു. ഫഖാൽ, അങ്ങനെ ഹജ്ജാജ് ബിൻ യൂസുഫ് പറഞ്ഞു, ഇഹ്ബിസൂഹു വസ്അലൂ മൻ ഹാഹുന മിൻ അസ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദ്ദേഹത്തെ തടഞ്ഞു വെക്കുക, അറസ്റ്റ് ചെയ്യുക,
എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇതിന്റെ മതവിധി എന്താണെന്ന് ചോദിക്കുക. ഫസഅലു അബ്ദുല്ലാഹി ബിൻ മുതരിഫിൻ റളിയല്ലാഹു അൻഹുവിനോട് ഇവരിതിന്റെ വിധിയെക്കുറിച്ച് ചോദിച്ചു. ഫഖാൽ, അങ്ങനെ അവിടുന്ന് പറഞ്ഞു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ തഖത്താ ഹുറമൽ മുഅ്മിനീൻ ഫഖുത്തു വസതഹു ബിസ്സൈഫ്. ആരെങ്കിലും മുഅ്മിനീങ്ങളിൽ നിന്ന് അവരുടെ മഹറമുകളെ അവരോട് അതിക്രമം കാണിച്ചാൽ, അതായത് ലൈംഗികമായ അതിക്രമം കാണിച്ചാൽ അവരെ നടുവിൽ വാളുകൊണ്ട് നടുവിനെ വെട്ടിപ്പിളർത്തട്ടെ, കൊന്നുകളയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ അവനെ കൊന്നുകളയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വഫീഹി ദലീലുൻ അലൽ ഖത്ലി ബിത്തൗസീദ്, രണ്ടായിട്ട് പകിർത്ത് കൊന്നുകളയുന്നതിനുള്ള ദലീല് ഈ ഹദീസിലുണ്ട് എന്നും ഉലമാക്കൾ പറയുന്നു. വഹാദാ ദലീലുൻ മുസ്തഖിലുൻ ഫിൽ മസ്അല, ഈ മസ്അലയിൽ സ്വതന്ത്രമായ തെളിവുമാണിത്. വഅന്ന മൻ ലാ യുബാഹു വത്ഉഹു ബിഹാലിൻ, ഒരവസ്ഥയിലും നിക്കാഹ് ചെയ്യപ്പെടാൻ പറ്റാത്തതായ ഒരാള്, അങ്ങനെയുള്ള ഒരാളുമായിട്ട് ഈ രീതിയിൽ ഏർപ്പെട്ടാൽ ഫഹദ്ദു വത്ഇഹി അൽ ഖത്ൽ, അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവനെ കൊന്നുകളയണം എന്നുള്ളതാണ്. ദലീലുഹു മൻ വഖഅ അലാ ഉമ്മിഹി ഔ ഇബ്നതിഹി, അപ്പോ ഒരാള് മാതാവുമായിട്ടോ അല്ലെങ്കിൽ മകളുമായിട്ടോ ഈ രീതിയിൽ എന്ത് ചെയ്താല് ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഈ രീതിയിൽ അവനെ കൊന്നുകളയണം. വകദാലിക യുഖാലു ഫീ വത്ഇ ദവാതിൽ മഹാരിമി വവത്ഇ മൻ ലാ യുബാഹു വത്ഉഹു ബിഹാലിൻ, മഹറമകളായ ആളുകളുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിനും ഇതേപോലെ തന്നെ വിധി പറയപ്പെടും. അതേപോലെ തന്നെ ഒരു രീതിയിലും വിവാഹം പാടില്ലാത്തതായ ആളുകള് ഫകാന ഹദ്ദുഹു അൽ ഖത്ല കല്ലൂത്തി, അപ്പൊ അവരുടെ ഹദ്ദ് ലൂത്തിയീനെ പോലെ, അതായത് ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹം പ്രവർത്തിച്ച ഈ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷ വിധിക്കുന്നത് പോലെ ഇവരെ കൊല്ലുക എന്നുള്ളതാണ് അതിന്റെ ശിക്ഷാവിധി. വത്തഹഖീഖു അൻ യുസ്തദല്ല അലൽ മസ്അലതൈൻ ബിന്നസ്സി വൽ ഖിയാസ് യഷ്ഹദു ലിസിഹ്ഹതി കുല്ലി മിൻഹുമ. അപ്പോ ഇവിടെ ഇതിന്റെ ഈ മസ്അലയുടെ തഹഖീഖ് അത് എന്താണ്, ഈ രണ്ട് മസ്അലകളിലും എന്താണ്, ഇത് രണ്ടിനും എന്ത് ചെയ്യാം, ഈ നസ്സു കൊണ്ട് തന്നെ തെളിവ് പിടിക്കപ്പെടുന്നതാണ്. അപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നതായ തെളിവ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഖിയാസ് യഷ്ഹദു ലിസിഹ്ഹതി കുല്ലി മിൻഹുമ, ഇവ രണ്ടിൽ നിന്നും ഈ രണ്ട് കാര്യങ്ങൾക്കും എന്ത് ചെയ്യും, തെളിവായിക്കൊണ്ട് ഈ ഇത് മാറുമെന്നുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന ഇവരെ മഹറമുകളായ ആളുകളെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരെ കൊല്ലണം എന്നുള്ളതായ കാര്യവും, അതേപോലെ തന്നെ അമ്രദിനെ ചെറിയ കുട്ടികളുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായ ആളുകളെയും കൊന്നുകളയണം എന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്തത്, ഷേഖ് അവറുകൾ ഇതിനെ തഹഖീഖാക്കിയിട്ട് പറയുന്നത്, യാഥാർത്ഥ്യം അതിന്റെ ശരിയായ മസലയായിട്ട് വിശദീകരിക്കുന്നത്. അതിനുശേഷം ഇമാം അവറുകൾ പറയുകയാണ്, വഖദ് ഇത്തഫഖൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ ഒന്നടങ്കം ഏകോപിച്ചിട്ടുണ്ട്, അലാ അന്ന മൻ സന ബിദാതി മഹറമിഹി ഫഅലൈഹിൽ ഹദ്, ഒരാള് വ്യഭിചരിച്ചാൽ അവന്റെ മഹറമായ ഒരാളുമായിട്ട്, വിവാഹബന്ധം നിഷിദ്ധമായിരിക്കുന്ന ഒരാളുമായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ ഫഅലൈഹിൽ ഹദ്ദു, അവന്റെ മേൽ ഹദ്ദ് വേണമെന്നുള്ള കാര്യത്തിൽ ഏകോപിച്ചിട്ടുണ്ട്. വഇന്നമ ഇഖ്തലഫു ഫീ സിഫത്തിൽ ഹദ്ദി, എപ്രകാരമാണ് ആ ഹദ്ദ് നടപ്പിലാക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇഖ്തിലാഫുണ്ട്, വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഹൽ ഹുവൽ ഖത്ലു ബികുല്ലി ഹാലിൻ ഔ ഹദ്ദുഹു ഹദ്ദു സാനി, ഏതവസ്ഥയിലും അവനെ കൊല്ലണമോ അതല്ല സാനി വ്യഭിചാരിക്ക് ഉള്ളതായ ഹദ്ദാണോ, ഏതവസ്ഥയിലും കൊല്ലണോ എന്ന് പറഞ്ഞാൽ വിവാഹിതനാണെങ്കിലും വിവാഹിതനല്ലാത്തവനാണെങ്കിലും, അതല്ല വ്യഭിചാരിക്ക് ഉള്ള ഹദ്ദ് പോലെ വിവാഹിതനാണെങ്കിൽ അവനെ കൊല്ലണം, അതല്ല എങ്കിൽ വേണ്ട എന്നുള്ളതാണോ എന്നുള്ള കാര്യത്തിൽ എന്തുണ്ട്, ഖിലാഫുണ്ട്. എങ്ങനെയാണെങ്കിലും കൊല്ലണം എന്നുള്ള കാര്യത്തിൽ എന്തില്ല, ഹദ്ദുണ്ട് എന്നുള്ള കാര്യത്തിൽ എന്തില്ല, അഭിപ്രായ വ്യത്യാസം ഉലമാക്കൾക്കില്ല. ഇമാം ഷാഫിഈ ഫദഹബ ഷാഫിഈ വമാലിക് വഅഹ്മദു ഫി ഇഹ്ദാ റിവായത്തൈൻ, ഇമാം ഷാഫിഈയുടെ അഭിപ്രായം, ഇമാം മാലിക്കിന്റെ അഭിപ്രായം, ഇമാം അഹമ്മദിന്റെ രണ്ട് അഭിപ്രായങ്ങളിൽ ഒന്ന് അന്ന ഹദ്ദഹു ഹദ്ദുസാനി, അവനുള്ളതായ ശിക്ഷ വ്യഭിചാരം ചെയ്തവന് ലഭിക്കുന്ന അതേ ശിക്ഷയാണ്. എന്നാൽ വദഹബ അഹ്മദു വഇസ്ഹാഖ് വജമാഅത്തു മിൻ അഹ്ലിൽ ഹദീസ്, ഇമാം അഹമ്മദിന്റെ മറ്റൊരു റിവായത്ത്, ഇസ്ഹാഖ് അതേപോലെ തന്നെ അഹ്ലുൽ ഹദീസിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ അവരഭിപ്രായപ്പെടുന്നത്
അന്ന ഹദ്ദഹു അൽ ഖത്ലു ബികുല്ലി ഹാൽ, ഏതവസ്ഥയിലും അവനെ കൊല ചെയ്യപ്പെടണം. അതായത് അവനുള്ളതായ ശിക്ഷ വ്യഭിചാരിയുടെ ശിക്ഷയേക്കാൾ കഠിനമാണ് എന്നുള്ളതാണ്. വകദാലിക ഇത്തഫഖൂ കുല്ലുഹും അലാ അന്നഹു ലൗ അസാബഹാ ബിസ്മിൻ നിക്കാഹി ആലിമൻ ബിത്തഹരീമി അന്നഹു യുഹദ്. ഇതേപോലെ തന്നെ മുസ്ലിമീങ്ങൾ ഏകോപിച്ചിരിക്കുകയാണ്. അവരെല്ലാവരും തന്നെ ഉമ്മത്തിന്റെ ഏകോപിച്ച അഭിപ്രായമാണ്. ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്തു, വിവാഹബന്ധം നിഷിദ്ധമായിരിക്കുന്ന ഒരാളുമായിട്ട്, അവരുമായിട്ടുള്ള വിവാഹബന്ധം നിഷിദ്ധമാണെന്ന് ഇവനറിയാം, എന്നിട്ട് കൂടി നിക്കാഹിന്റെ പേരിൽ ഇവരുമായിട്ട് എന്ത് ചെയ്തു, അതായത് നിക്കാഹ് ചെയ്തു. അങ്ങനെ നിക്കാഹ് ചെയ്യുകയും അവരുമായിട്ട് എന്ത് ചെയ്തു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്താൽ അന്നഹു യുഹദ്, അവർക്കും എന്ത് ചെയ്യണം, ഈ പറയുന്ന ശിക്ഷാവിധി നടപ്പിലാക്കണം എന്നുള്ളതിൽ ഏകോപിച്ച അഭിപ്രായമാണ്. ഇല്ല അബാ ഹനീഫത്ത വഹദ, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഫഇന്നഹു റആ ദാലിക ശുബ്ഹതൻ മുസ്ഖിതതൻ ലിൽ ഹദ്ദി, അദ്ദേഹം അതിനെന്ത് ചെയ്യുന്നുണ്ട്, അത് ഹദ്ദിനെ വീഴ്ത്തിക്കളയുന്ന, ഹദ്ദില്ലാതെയാക്കുന്ന ഒരു ശുബ്ഹത്ത് അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനാൽ ഹദ്ദ് വേണ്ടെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതല്ല അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകൾ പറയുന്നത്, അതായത് ഹദ്ദ് വേണം എന്നുള്ളവർ പറയുന്നത്, ഇദാ അസ്വാബഹ ബിസ്മിൻ നിക്കാഹി, നിക്കാഹ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മഹറമുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഫഖദ് സാദൽ ജരീമത ഗിലദൻ വശിദ്ദ, ഇവിടെ ഈ തിന്മ എന്ത് ചെയ്തിരിക്കുന്നു, കൂടുതൽ കഠിനമായിരിക്കുകയാണ്, ശക്തമായിരിക്കുകയാണ്. കാരണം എന്താണ്, ഫഇന്നഹു ഇർതകബ മഹ്ദൂറൈനി അദീമൈൻ, ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട തിന്മകളാണ് ഇവര് ചെയ്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഗുരുതരമായ രണ്ട് കാര്യങ്ങളാണ്, തിന്മയാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് മഹദൂർ അൽ അഖദി, വിവാഹബന്ധം നിഷിദ്ധമായ ആളെ നിക്കാഹ് ചെയ്യുക എന്നുള്ളതായ പാടില്ലാത്ത കാര്യം. അതേപോലെ മഹദൂർ അൽ വത്ഇ, അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നുള്ള രണ്ട് തിന്മകളാണ് അവർ ചെയ്തിരിക്കുന്നത്. ഫകൈഫ തുഖഫഫു അൻഹുൽ ഉഖബതു ബിളമ്മിൽ മഹദൂരി, അപ്പൊ പിന്നെ എങ്ങനെയാണ് അവരുടെ ശിക്ഷയ്ക്ക് ഇളവ് നൽകപ്പെടുക? അതായത് ഈ അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിന്റെ ശിക്ഷ എങ്ങനെയാണ് ലഘൂകരിക്കുക? അവര് എന്ത് ചെയ്തിരിക്കുന്നു, രണ്ട് തിന്മകൾ ചെയ്തിരിക്കുന്നു എന്നുള്ള കാരണത്താല്. വഅമ്മാ വത്ഉൽ മൈതതി, എന്നാൽ ഒരു മരണപ്പെട്ട് കിടക്കുന്ന ഒരു മൈത്തത്തിനെ ഈ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഫഫീഹി ഖൗലാനി ലിൽ ഫുഖഹ, ഫുഖഹാക്കൾ അതിൽ രണ്ട് അഭിപ്രായമുണ്ട്. വഹുമാ ഫീ മദ്ഹബി അഹ്മദ് വഗൈരി, അത് ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ മദ്ഹബിലും അതല്ലാത്തവരുടെയുമുണ്ട്. അതിൽ ഒരഭിപ്രായം അന്നഹു യജിബു ബിഹിൽ ഹദ്ദു, അത് മുഖേന എന്ത് ചെയ്യണം, ഹദ് നടപ്പിലാക്കണം, അവൻ കൊല ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അത് വഹുവ ഖൗലുൽ ഔസാഇ, ഇമാം ഔസാഇയുടെ അഭിപ്രായമാണ്. ഫഇന്ന ഫിഅലഹു അഅദമു ജുർമൻ, കാരണം അവൻ ചെയ്തിരിക്കുന്ന ഈ പാപം വളരെ ഗുരുതരമായ പാപമാണ്. വഅക്ബറു ദംബൻ, ഏറ്റവും ഗുരുതരമായ വൻപാപമാണ്. ഇൻദമ്മ ഇലാ ഫാഹിഷതിഹി ഹത്കു ഹുർമത്തിൽ മൈതതി, അവിടെ വ്യഭിചാരം നടന്നു എന്നുള്ളത് മാത്രമല്ല, കൂടെ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു മരണപ്പെട്ടിരിക്കുന്ന ശരീരത്തോടുള്ളതായ അനാദരവ്, അവരോട് മ്ലേച്ഛകൃത്യം കാണിച്ചു എന്നുള്ളതായ ഒരു തിന്മ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇമാം ഔസാഇ റഹിമഹുല്ല അഭിപ്രായപ്പെടുന്നതായ ഒരഭിപ്രായം. ഇനി ഈ വിഷയത്തിൽ വീണ്ടും ഇമാം അവറുകൾ പറയുകയാണ്, വഅമ്മാ വാതിഉൽ ബഹീമതി, മൃഗങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത്, ഫലിൽ ഫുഖഹാഇ ഫീഹി സലാസത്തു അഖ്വാലിൻ, ഫുഖഹാക്കൾക്ക് ഈ വിഷയത്തിൽ മൂന്ന് അഭിപ്രായങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് അഹദുഹ അന്നഹു യുഅദ്ദബ്, അവരെ സംസ്കരിക്കപ്പെടണം. അതായത് ഹദ്ദല്ലാത്തതായ, നിശ്ചയിക്കപ്പെട്ടതായ ഹദ്ദല്ലാത്ത ചെറിയ ചെറിയ ശിക്ഷാവിധികൾ കൊടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യണം, മര്യാദ പഠിപ്പിക്കണം എന്നുള്ളതാണ്. വലാ ഹദ്ദ അലൈഹി, ഹദ്ദില്ല എന്നുള്ളതാണ്. വഹാദാ ഖൗലു മാലികിൻ വ അബി ഹനീഫത വശാഫിഈ ഫി അഹദി ഖൗലി, ഇമാം മാലിക്കിന്റെയും അബൂ ഹനീഫയുടെയും ഷാഫിഈ മദ്ഹബിൽ ഒരഭിപ്രായവും അതാണ്. വഹുവ ഖൗലു ഇസ്ഹാഖ് ബിൻ റാഹവൈഹിയുടെയും അഭിപ്രായതാണ്. രണ്ടാമത്തെ അഭിപ്രായം അന്ന ഹുക്മഹു ഹുക്മസ്സാനി, അവനുള്ളതായ വിധി വ്യഭിചാരിയുടെ അതേ വിധി തന്നെയാണ്. യുജ്ലദു ഇൻകാന ബിക്റാൻ, അവൻ വിവാഹിതനല്ല എങ്കിൽ എന്ത് ചെയ്യണം, അവനെ 100 അടി അടിക്കണം, നാടുകടത്തണം. വയുർജമു ഇൻകാന മുഹ്സന, അതല്ല വിവാഹിതനാണ് എങ്കിൽ അവൻ എറിഞ്ഞു കൊല്ലപ്പെടണം. വഹാദാ ഖൗലുൽ ഹസൻ, ഇമാം ഹസൻ റഹിമഹുല്ലയുടെ അഭിപ്രായം അതാണ്. മൂന്നാമത്തെ അഭിപ്രായം അന്ന ഹുക്മഹു ഹുക്മുൽ ലൂത്തി, അവന്റെ വിധി ലൂത്തിയിന്റെ, അതായത് നേരത്തെ പറഞ്ഞ
സ്വവർഗ ലൈംഗികതയിൽ ഏർപ്പെടുന്ന ആളുകളുടെ ഹുക്കുമാണ്. അതായത് സിനയേക്കാൾ അഗലളായ കഠിനമായ ശിക്ഷയാണ്. നസ്സ അലൈഹി അഹ്മദ്, ഇമാം അഹമ്മദ് ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. ഫയുഖറജു അല റിവായതൈനി ഫി ഹദ്ദിഹി ഹൽ ഹുവൽ ഖത്ലു ഹത്മൻ ഔ ഹുവ കസ്സാനി. അപ്പോ ഇമാമിന്റെ രണ്ട് റിവായത്തുകളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു അഭിപ്രായത്തെ. ഹൽ ഹുവൽ ഖത്ലു ഹത്മൻ ഔ ഹുവ കസ്സാനി, നിർബന്ധമായിട്ടും അവനെ കൊല ചെയ്യപ്പെടണോ അതല്ല സാനിയെ പോലെ, സാനി ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടതല്ല, രണ്ടഭിപ്രായമാണ്. മുഹ്സനല്ല എങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല, വിവാഹിതനാണ് എങ്കിൽ എന്ത് ചെയ്യപ്പെടണം, അവനെ കൊല ചെയ്യപ്പെടാം, അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടേണ്ട. ഈ രണ്ട് അഭിപ്രായങ്ങളിൽ ഏതാണ് ഇവിടെ കൊല ചെയ്യപ്പെടണം എന്ന് പറഞ്ഞിരിക്കുന്നതായ ആളുകൾ? ഇഹ്തജ്ജു ബിമാ റവാഹു അബൂ ദാവൂദ് മിൻ ഹദീസ് ഇബ്നു അബ്ബാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതവസ്ഥയിലും കൊല ചെയ്യപ്പെടണം എന്ന് പറയുന്ന ആളുകളുടെ തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്യമാണ്. മൻ അതാ ബഹീമതൻ ഫഖ്തുലു വഖ്തുലുഹാ മഅ. ആരെങ്കിലും മൃഗങ്ങളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് ഏർപ്പെട്ട ആളുകളെയും നിങ്ങൾ കൊന്നുകൊള്ളുക, അതേപോലെ തന്നെ ആ മൃഗങ്ങളെയും കൊന്നുകൊള്ളുക എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ളതായ ഹദീസാണ്. ഇമാം അബൂ ദാവൂദും തുർമുദിയും നസായിയും എല്ലാം ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസാണ്. ഖാലു, അവർ പറയുന്നു, വലി അന്നഹു വതുഉൻ ലാ യുബാഹു ബിഹാലിൻ, ഒരിക്കലും അനുവദിക്കപ്പെടാത്തതായ ഒരു ലൈംഗിക ബന്ധമാണത് എന്നുള്ളതിനാലാണ് അവരങ്ങനെ പറയുന്നത്. ഫകാന ഫീഹിൽ ഖത്ലു കഹദ്ദിൽ ലൂത്തിയ, ലൂത്തിയിന് എങ്ങനെയാണോ ഹദ് അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഇവന്റെ മേലും ഹദ് നടപ്പിലാക്കണം എന്നുള്ളതാണ്. എന്നാൽ ഹദ് വേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾ അവർ പറയുന്നത് ലം യസ്വിഹ ഫീഹിൽ ഹദീസ്, ഈ വിഷയത്തിൽ ഹദീസ് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല, സ്വഹീഹായ ഹദീസ് ഇല്ല. വലൗ സഹ്ഹ ലഖുൽനാ ബിഹി, അങ്ങനെ സ്വഹീഹാണ് എങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് നാം പറയുമായിരുന്നു. വലം യഹില്ല ലനാ മുഖാലഫതഹു, അതിനോട് എതിര് കാണിക്കുക എന്നുള്ളത് നമുക്ക് അനുവദനീയമല്ല. എന്നാൽ ഇസ്മായിൽ ഇബ്നു സഈദുൽ അഷ്ശാലഞ്ചി റഹിമഹുല്ലാഹ് പറഞ്ഞു, സഅൽതു അഹ്മദ അനിൽ ലദീ യഅതി അൽ ബഹീമ, മൃഗങ്ങളെ ഭോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതിനുള്ള ഫത്വ ഞാൻ ഇമാം അഹ്മദിനോട് ചോദിച്ചു. ഫവഖഫ ഇൻദഹ, അദ്ദേഹം ആ സമയത്ത് അതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല, മറുപടി പറഞ്ഞില്ല. വലം യസ്ബുത് ഹദീസ് അംരി ബിൻ അബി അംറിൻ ഫീ ദാലിക, അംർ ബിൻ അബി അംറിന്റെ ഹദീസ് എന്ത് ചെയ്തിട്ടില്ല, ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അപ്പൊ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഏതെങ്കിലും ഫത്വ ചോദിക്കപ്പെടുകയും എന്നിട്ട് അതിന് മറുപടി പറയാതെ നിൽക്കുകയും ചെയ്താൽ അതിന്റെ അർത്ഥം ഇമാം അഹ്മദ് റഹിമഹുല്ലക്ക് ആ വിഷയത്തിൽ എന്തുണ്ട്, രണ്ടഭിപ്രായങ്ങളുണ്ട് എന്നുള്ളതാണ്. അതായത് ഇമാം അഹമ്മദിന്റെ റിവായത്തുകളിൽ പെട്ട രണ്ട് റിവായത്താണത്. രണ്ട് അഭിപ്രായവും ഇമാം അഹമ്മദ് റഹിമഹുല്ല എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതിന് മറുപടി പറയുന്നില്ല എങ്കിൽ ആ വിഷയത്തിൽ ഉലമാ കേൾക്കുന്നുണ്ട്, രണ്ട് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട് എന്നുള്ള കാരണത്താലാണ് ഇമാം അഹമ്മദ് റഹിമഹുല്ല അതിന് മറുപടി പറയാതിരുന്നത് എന്നർത്ഥം. ഇമാം തഹാവി റഹിമഹുല്ല പറഞ്ഞു, ഈ പറയുന്ന വിഷയത്തിലുള്ള ഹദീസ് ളഈഫാണ്. വൈലൻ ഫറാവിഹി ഇബ്നു അബ്ബാസിൻ വഖദ് അഫ്താ ബിഅന്നഹു ലാ ഹദ്ദ അലൈഹി, കാരണം മാത്രമല്ല ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇതിൽ ഫത്വ നൽകിയത് അവനെന്തില്ല, ഹദ്ദില്ല എന്നുള്ളതാണ്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ല പറഞ്ഞു, വഹാദാ യുളഇഫുൽ ഹദീസ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇവിടെ ഹദ്ദില്ല എന്നുള്ളത് വിധിച്ചത് കൊണ്ട് ഈ ഹദീസ് എന്ത് ചെയ്തിരിക്കുന്നു, അദ്ദേഹം ആ അഭിപ്രായം ഈ ഹദീസിന് എന്ത് ചെയ്യുന്നുണ്ട്, വഈഫാക്കി കളയുന്നുണ്ട്. വലാ റൈബ, ഒരു സംശയവും വേണ്ട, അന്ന الزاجر الطبيعي عن اتيان البهيمة أقوى من الزاجر الطبيعي عن التلوث. ഒരാൾ ഒരു ബഹീമത്തിനെ, ഒരു മൃഗത്തെ സമീപിക്കുന്നതിന് അവന്റെ പ്രകൃതത്തെ തടയുന്നതായ, ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവനെ തടുത്തു നിർത്തുന്നതായ തടസ്സം, അത് അക്കുവയാണ്, എന്തിനേക്കാൾ അത് ശക്തമാണ്. ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരു പുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള അവന്റെ പ്രേരകത്തെക്കാൾ അക്കുവയാണെന്ത്, ബഹീമത്തിന്. അതായത് അവിടെ കൂടുതൽ ഒരു മനുഷ്യന് വെറുപ്പുണ്ടാക്കുന്ന കാര്യം എന്താണ്, മനുഷ്യപ്രകൃതത്തോടെ ഏറ്റവും വെറുപ്പ് ഉളവാക്കുന്ന കാര്യം ഒരു ബഹീമത്തിനെ എന്ത് ചെയ്യുക, സമീപിക്കുക എന്നുള്ളതാണ്. വലൈസൽ അംറാനി ഫീ തിബാഇൻ നാസി സവാൻ, അതുകൊണ്ട് തന്നെ ഇത് രണ്ട് കാര്യവും എന്തല്ല, മനുഷ്യപ്രകൃതത്തിൽ തുല്യമല്ല. അപ്പൊ ഇതിന് തുല്യമാണെന്ന് വാദിച്ചിരിക്കുന്ന ആളുകളുടെ ആ വാദത്തെ ഇമാം അവർ റദ്ദ് ചെയ്യാണ്. ഫഇൽഹാഖു അഹദിഹിമാ ബിൽ ആഖിരി മിൻ അഫ്സദിൽ ഖിയാസ് കമാ തഖദ്ദം, അതുകൊണ്ട് ഇത് രണ്ടും ഒന്നാണ് എന്ന് ഒന്നിനെ മറ്റൊന്നിനോട് ചേർത്തിരിക്കുന്ന ആളുകൾ ചെയ്തിരിക്കുന്ന താരതമ്യം എന്താണ്,
അത് മോശപ്പെട്ട താരതമ്യമാണ്. അപ്പോൾ ഇമാം അവറുകൾ ഇവിടെ ഈ വിഷയത്തിൽ പറയുന്ന കാര്യം, ഒരാൾ ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹം പ്രവർത്തിച്ച ഫാഹിഷത്തിന് പ്രവർത്തിച്ചാൽ അവനുള്ളതായ ശിക്ഷ എന്താണ്? സിനയേക്കാൾ കഠിനമായ ശിക്ഷയാണ്. അപ്പോൾ വളരെയധികം ഗുരുതരമായ ഒരു പാപമാണിത്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടലില്ല. പല നാടുകളിലും പല സ്ഥലങ്ങളിലും ഇത് വ്യാപകമാണ്. ദീനുമായി ബന്ധപ്പെട്ട ആളുകളിൽ വരെയും ഇതിന്റെ ഗൗരവ സ്വഭാവത്തെക്കുറിച്ച് അവരെന്തില്ല, വലിയ ജാഗ്രത പാലിക്കുന്നില്ല. ഇത് മുഖേന ധാരാളം ഫസാദുകൾ സമൂഹത്തിൽ ഉണ്ടാകും എന്ന് ഉലമാക്കൾ എണ്ണി പറയുന്നുണ്ട്. ഒരു സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിക്കാൻ കാരണമായ തിന്മയാണ് ഒരു പുരുഷൻ അവന്റെ ലൈംഗികാവശ്യം പൂർത്തീകരിക്കുന്നതിന് വേറെ പുരുഷനെ സമീപിക്കുക എന്നുള്ളത് വളരെയധികം അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. ഇമാം അവറുകൾ പറയുകയാണ്, വഅമ്മാ ഖിയാസുകും വത്അ റിജാലി ലിമിസ്ലിഹി അലാ തദാലുകിൽ മർഅതൈൻ ഫമിൻ അഫ്സദിൽ ഖിയാസ്. വേറൊരു ന്യായം കൂടി ആളുകൾ പറയുന്നുണ്ട്. എന്താണത്? അവര് ഇവിടെ ഒരു പുരുഷൻ അവനെ പോലുള്ള വേറൊരു പുരുഷനുമായിട്ട് ബന്ധപ്പെടുന്നത് രണ്ട് സ്ത്രീകൾ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെയാണ് എന്ന് താരതമ്യം ചെയ്തിട്ടുണ്ട്. അതും ഫമിൻ അഫ്സദിൽ ഖിയാസ്. അതും എന്താണ്? മോശമായ നിരർത്ഥകമായ ഖിയാസ് താരതമ്യമാണ്. ഇത് കാരണം ലാ ഇലാജ ഹുനാക്, രണ്ട് സ്ത്രീകൾ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ എന്തില്ല, ഒരാളുടെ ലൈംഗിക അവയവം വേറൊരാളുടെ ലൈംഗികാവയവത്തിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളതില്ല, സംഭവിക്കുന്നില്ല. വഇന്നമാ നദീറുഹു മുബാശറത്തുർ റജുലി അർറജുല മിൻ ഗൈരി ഇലാജിൻ. അത് തുല്യമാണെന്ന് പറയാം. എന്തിനോട്? രണ്ട് പുരുഷന്മാർ പരസ്പരം എന്ത് ചെയ്യുന്നു? അവരുടെ അവയവങ്ങൾ കൊണ്ട് ഇല്ലാതെ ഒരാളുടെ ലൈംഗികാവയവം മറ്റൊരാളുടെ ലൈംഗികാവയവത്തിൽ പ്രവേശിപ്പിക്കാത്ത നിലയിലുള്ളതായ ബന്ധത്തെ തുല്യമാണെന്ന് വേണമെങ്കിൽ പറയാം. അതല്ല എങ്കിൽ ഇത് പരസ്പരം എന്ത് ചെയ്യില്ല, സമമാവുകയില്ല. അലാ അന്നഹു ഖദ് ജാഅ ഫീ ബഅദിൽ ആഥാരിൽ മർഫൂഅ ചില അസറുകളിൽ വന്നിട്ടുണ്ട്, ഇദാ അത്തത്തിൽ മർഅത്തുൽ മർഅത ഫഹുമാ സാനിയതാൻ. ഒരു സ്ത്രീ ലൈംഗികാവശ്യത്തിന് വേറൊരു സ്ത്രീയെ സമീപിച്ചാൽ അവർ ഇരുവരും എന്താണ്? വ്യഭിചാരം ചെയ്ത ആളുകളാണ്. വലാകിൻ ലാ യജിബുൽ ഹദ്ദു ബിദാലിക്. എന്നാൽ അവരുടെ മേൽ ഈ പറയുന്ന ശിക്ഷ എന്തില്ല, ശിക്ഷാവിധി അവരുടെ മേലില്ല. ലി അദമിൽ ഈലാജി, കാരണം അവിടെ എന്ത് ചെയ്യുന്നില്ല, ലൈംഗിക അവയവം ഉപയോഗിച്ച് ഒരാൾ മറ്റൊരാളുടെ ലൈംഗിക ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നില്ല എന്നുള്ള കാരണത്താലാണ്. വൈൻ ഉത്തുലിക അലൈഹിമ ഇസ്മു സിന അലാം. എന്നാൽ പൊതുവെ അത് രണ്ടിൽ എന്ത് പറയും? സിന എന്ന് പറയും. കസിനൽ ഐനി വൽ യദി വർ റജുലി വൽ ഫമി. ഒരാൾ അവന്റെ കണ്ണുകൊണ്ട്, കൈകൾ കൊണ്ട്, കാലുകൾ കൊണ്ട്, വായ കൊണ്ടെല്ലാം വ്യഭിചരിക്കും. ഇതേപോലെ അതിന് സിന എന്ന് പറയുമെങ്കിലും അതിനെന്തില്ല, ഹദ്ദില്ല എന്നുള്ളതാണ്. അപ്പോ രണ്ട് സ്ത്രീകൾ പരസ്പരം ലൈംഗിക വൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഹദ്ദില്ലല്ലോ. അതേപോലെ തന്നെയാണ് പുരുഷന്മാരും എന്ന് ഉള്ള വാദം എന്തല്ല, ശരിയായതല്ല. കാരണം സ്ത്രീകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിൽ എന്തില്ല, ഈ പറയുന്ന ഈലാജില്ല. എന്നാൽ പുരുഷന്മാർ തമ്മിലുള്ളതിൽ ഈലാജുണ്ട് എന്നുള്ളതിനാൽ അവർക്ക് എന്തുണ്ട്, ഹദ്ദുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇദാ സബത ഹാദാ, ഈ കാര്യം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഫഅജ്മഅ അൽ മുസ്ലിമൂന അല, മുസ്ലിമീങ്ങൾ ഏകോപിച്ചിരിക്കുന്നു, അല അന്ന ഹുക്മ തലവ്വുതി മഅൽ മംലൂകി കഹുക്മിഹി മഅ ഗൈരി. ഇനി വേറൊരു വിഷയം പറയുകയാണ്. ഒരു മനുഷ്യൻ അവന്റെ കീഴിലുള്ള ഒരു അടിമയായ പുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ, ഇത് മറ്റൊരാളുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് തുല്യം തന്നെയാണ്. അതും മുസ്ലിമീങ്ങൾ ഏകോപിച്ചിട്ടുണ്ട്. വമൻ ظن അന്ന തലവ്വുതൽ ഇൻസാനി ബിമംലൂകിഹി ജായിസുൻ. ആരെങ്കിലും തന്റെ കീഴിലുള്ള അടിമയുമായിട്ട് ഇങ്ങനെ ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എങ്കിൽ വഹ്തജ്ജ അലാ ദാലിക ബിഖൗലിഹി തആല, എന്നിട്ട് അവർ ഖുർആനിന്റെ ആയത്തിനെയും തെളിവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഏതാണ്? ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. ലൈംഗികാവയവത്തെ സംരക്ഷിക്കുന്നതിന്റെ ശ്രേഷ്ഠത പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞു സ്വന്തം ഭാര്യമാരുമായിട്ട് അത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ അവരുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയ ആളുകളിലും അവരുടെ ലൈംഗികാവയവങ്ങളെ ഒരാൾ ഉപയോഗിച്ചാൽ അവരെന്തല്ല, ആക്ഷേപാർഹരല്ല എന്നുള്ള ആയത്തിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, പുരുഷനായ അടിമയുമായിട്ട് ആരെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ വഖാസദാലിക അലാ അമതിഹിൽ മംലൂക, അടിമ സ്ത്രീയുമായിട്ടുള്ളതായ ഇതിനോട് ആരെങ്കിലും ഖിയാസാക്കിയാൽ ഫഹുവ കാഫിർ, അവൻ കാഫിറാണ്. കാരണം പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ അവൻ എന്ത് ചെയ്യുന്നു, പരസ്പരം തിരിമറി നടത്തുന്നു എന്നുള്ളതാണ്.
യുസ്തതാബു കമാ യുസ്തതാബുൽ മുർത്തദ്. ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ തൗബ ചെയ്യാൻ അവനോട് ആവശ്യപ്പെടണം. ഫഇൻ താബ വഇല്ലാ ദുരിബത് ഉനുകു, തൗബ ചെയ്ത് മടങ്ങി അവന് പുറത്തു വിടണം. അതല്ല എങ്കിൽ അവന്റെ പിരട് വെട്ടിക്കളയണം. എന്നുപോലെ ഇവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? വധിക്കേണ്ടതുണ്ട്. വതലവ്വുതുൽ ഇൻസാനി ബിമംലൂകിഹി കതലവ്വുതിഹി ബിമംലൂകി ഗൈരിഹി ഫിൽ ഇസ്മി വൽ ഹുക്ം. അതുകൊണ്ട് ഒരാൾ അവന്റെ കീഴിലുള്ളതായ അടിമയായ പുരുഷനുമായിട്ട് ഈ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മറ്റൊരാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് അതേ തുല്യമാണ്. അതിന്റെ അതേ വിധി തന്നെയാണ് ഇവിടെയും നടപ്പിലാക്കപ്പെടുക. ഇനി ഇമാം അവറുകൾ പറയുന്നു, ഫഇൻ ഖീൽ ഫഹൽ മഅ ഹാദാ കുല്ലിഹി, ഈ പറയപ്പെട്ട കാര്യങ്ങളോടെല്ലാം കൂടെ, അതായത് ഇതിന്റെ പ്രത്യാഘാതം വളരെ വിദൂരമായതാണ്, ഇത് വളരെ നാശമേറിയിരിക്കുന്ന ഒരു രോഗമാണ് എന്നതിനോടുകൂടെ ഫഹൽ മഅ ഹാദാ കുല്ലിഹി ദവാഉൻ ലിഹാദാ ദാഇൽ ഉദാൽ, ഈ മാറാരോഗത്തിന് ദാഉൽ ഉദാൽ എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത രോഗം, അതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ രോഗത്തിന് ശരിക്കും എന്തെങ്കിലും മരുന്നുണ്ടോ? വറുഖിയത്തുൽ ലിഹാദാ സിഹ്രിൽ ഖത്താൽ, കൊന്നുകളയുന്ന ഈ സിഹറിന്, ഈ മായാജാലത്തിന് അതിനെന്തെങ്കിലും മന്ത്രങ്ങളുണ്ടോ ഇതിനെ ചികിത്സിച്ച് മാറ്റാൻ? വമൽ ഇഹ്തിയാലു ലിദഫ്ഇ ഹാദൽ ഖബാൽ, ഈ ഖബാൽ, ഈ നാശം, ഈ നാശത്തെ തടുക്കാൻ എന്തെങ്കിലും കുറുക്കു വഴികളുണ്ടോ? എന്തെങ്കിലും പോം വഴികളുണ്ടോ? വഹൽ മിൻ ത്വരീഖിൻ ഖാസിദിൻ ഇല തൗഫീഖ്, ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, നന്മയിലേക്ക് മുന്നേറാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ? വഹൽ യുംകിനു സക്റാന ബിഖംരിൽ ഹവാ അൻ യുഫീഖ്, ഈ ദുഷിച്ച മനസ്സിന്റെ ഇച്ഛ കൊണ്ട്, ഇച്ഛയാകുന്ന മദ്യം കൊണ്ട് മത്തിളകിയിരിക്കുന്ന അല്ലെങ്കിൽ ലഹരി ബാധിച്ചിരിക്കുന്നയാളെ വിളിച്ചുണർത്താൻ സാധ്യമാണോ? ഇതിൽ ആണ്ടുപോയിരിക്കുന്ന ഈ പറയുന്ന ശരീരത്തിന്റെ ദുഷിച്ച ഇച്ഛയെന്ന മദ്യം അത് കുടിച്ച് ലഹരി ബാധിച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ ആ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ, ഉണർത്താൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? വഹൽ യംലികുൽ ആശിഖു ഖൽബഹു, ഒരു ആഷിഖിന്, ഇങ്ങനെ പ്രേമവുമായി നടക്കുന്ന ആളുകൾക്ക് അവന്റെ ഹൃദയത്തെ നിയന്ത്രിക്കാൻ സാധിക്കുമോ? വൽ ഇഷ്ഖു ഖദ് വസല ഇലാ സുവൈദാഇഹി, ഏതവസ്ഥയിൽ ഈ പ്രേമം, ഇഷ്ക് അവന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തിയതായ അവസ്ഥയിൽ അവൻ അതിൽ നിന്ന് മോചിപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? വഹൽ ലിത്വബീബി ബഅദ ദാലിക ഹീലത്തുൻ ഫീ ബുർഇഹി മിൻ സൂഇദാഇ, ഡോക്ടേഴ്സിന് ഈ മോശപ്പെട്ട രോഗത്തിൽ നിന്ന് ഒരാൾക്ക് ചികിത്സ നൽകാൻ എന്തെങ്കിലും ഒരു പോം വഴിയുണ്ടോ എന്നുള്ളതാണ്. ഈ രോഗത്തിനുള്ള മരുന്നെന്താണ്? ഇങ്ങനെ അകപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ചികിത്സ എന്താണ് എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്കറിയാം, ഈ രോഗത്തിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകൾ പലപ്പോഴും വലിയ നാശത്തിലകപ്പെടും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പ്രേമം എന്ന് പറയുന്ന, ഇഷ്ക് എന്ന് പറയുന്ന രോഗം ബാധിച്ച ആളുകൾക്ക് അവർക്ക് പിന്നെ കണ്ണും മൂക്കൊന്നും ഉണ്ടാവില്ല. അവർക്ക് മനസ്സ് മരിച്ചു പോവുകയാണ്. അവർക്ക് മാതാപിതാക്കളെ പിന്നെ വേണ്ട, സഹോദരങ്ങളെ വേണ്ട. അവര് വീടും നാടും എല്ലാം ഉപേക്ഷിച്ചു പോകാൻ കാരണമാകുന്ന രീതിയിൽ അവരുടെ ഹൃദയം നീതിരിക്കുന്നു, അടഞ്ഞുപോയിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ ദുരന്തത്തിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന രോഗമാണിത്. ഇങ്ങനെ ഈ രീതിയിൽ അവരുടെ ഹൃദയത്തിലേക്ക് ഈ പറയുന്ന രോഗം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. എന്നിട്ട് ഇമാമുകൾ പറയാണ്, ഇങ്ങനെ ഈ രോഗം ബാധിച്ച ആളെ സംബന്ധിച്ചിടത്തോളം ഇൻ ലാമഹു ലായിമുൻ, ആരെങ്കിലും ഒരാളിങ്ങനെ നടക്കുമ്പോൾ അവൻ ആക്ഷേപിച്ചാൽ ഇൽതദ്ദ ബിമലാമിഹി, അവൻ ആ ആക്ഷേപം കൊണ്ടെന്ത് ചെയ്യും? സുഖമെടുക്കും. അവൻ ഇത് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് തന്നെ അവനക്ക് എന്താണ്? അവനക്കൊരു രസമായിരിക്കും. അവൻ അതിനെ തന്നെ ആസ്വദിക്കും. ദിക്റൻ ലി മഹബൂബിഹി, അവന്റെ ഈ സ്നേഹിതനോടുള്ളതായ സ്മരണയാൽ. അപ്പോ അവൻ വേറൊരാളുമായിട്ടുള്ള ഈ ബന്ധത്തിന്റെ പേരിലാണ് ആക്ഷേപിക്കുന്നത്. ആക്ഷേപിക്കുമ്പോൾ ഈ ആക്ഷേപം തന്നെ ഇവനക്കെന്താണ്? ഇവനക്കതൊരു ഇഷ്ടമാണ്, രസമാണ്. കാരണം അവന്റെ മഹബൂബിനെ കുറിച്ചാണ് പറയുന്നത്.
അതിന്റെ പേരിലാണല്ലോ ആക്ഷേപിക്കുന്നത്. അത് തന്നെ അവർ രസമായിട്ട് എടുക്കും. വൈൻ അദലഹു ആദിലുൻ, അദല എന്ന് പറഞ്ഞാലും ആക്ഷേപിക്കുക. ഒരു ആക്ഷേപകൻ ഇനി ഇവനെ ആക്ഷേപിച്ചാൽ അഗ്റാഹു അദ്ലു, അവന്റെ ആക്ഷേപം ഇവനെ പ്രേരിപ്പിക്കും, കൂടുതൽ ഇവനെന്ത് ചെയ്യും, പ്രചോദിപ്പിക്കും ആക്ഷേപം. വസാറ ബിഹി ഫി ത്വരീഖ് മത്ലൂബി, അതുമായിട്ട് അവന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യും, കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കും. യുനാദി അലൈഹി ഷാഹിദു ഹാലിഹി ബിലിസാനി മഖാലിഹി, അതിന്റെ മേൽ നേർസാക്ഷ്യം എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു കവി പറയുകയാണ്. ഈ കവിത അബു ഷൈസ് അൽ ഖുസായി എന്ന് പറയുന്ന അബ്ബാസി കാലഘട്ടത്തിലെ ഒരു കവി രചിച്ച കവിതയാണ്. വഖഫൽ ഹവാബി ഹൈസു അൻതി ഫലൈസ ലി മുതഅഖറുൻ അൻഹു വലാ മുതഖദ്ദമു, ഹവ എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നു. ഹൈസു അൻതി, നീ എവിടെയാണോ താമസിച്ചിരുന്നത് അവിടെ നിലകൊള്ളാൻ എന്റെ ഹവ എന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്, പിടിച്ചു നിർത്തിയിരിക്കുക. എന്റെ ശരീരത്തിന്റെ ദുഷിച്ച ഇച്ഛ, എന്റെ ആഗ്രഹം നീ താമസിച്ച സ്ഥലത്ത് എന്നെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അതിൽ നിന്ന് മുന്നോട്ടോ പിന്നോട്ടോ ഞാനില്ല. എവിടെയാണോ നീ തങ്ങിയിരുന്നത് അവിടെ തന്നെ ഞാൻ എന്ത് ചെയ്യും, നിലകൊള്ളുന്നതാണ്. വഅഹൻതിനി ഫഅഹൻതു നഫ്സി ജാഹിദൻ മാമൻ യഹൂനു അലൈകി മിമ്മൻ യുക്രമു, നീ എന്നോട് നിന്ദിത കാണിച്ചിട്ടുണ്ട്. നീ എന്നെ നിന്ദിക്കുമ്പോൾ ഞാൻ എന്റെ നഫ്സിനെ തന്നെ നിന്ദിക്കുകയാണ്, പരിശ്രമിക്കുന്നവനായ, കൂടുതൽ പണിയെടുക്കുന്നവനായ നിലയിൽ. നിന്നെ എന്ത് ചെയ്യുന്നില്ല, ആരും തന്നെ, മാന്യന്മാരായ ആളുകളിൽപ്പെട്ട ആരും തന്നെ നിന്നെ എന്ത് ചെയ്യൂല, നിന്ദിക്കുകയില്ല, നിന്റെ മേൽ നിന്ദിത ചൊരിയുകയില്ല. അഷ്ബഹ്തി അഅദാഇ ഫസുർതു ഉഹിബ്ബുഹും ഇദ് കാന ഹദ്ദി മിൻകി ഹദ്ദി മിൻഹു. ഇത് പറയാണ് ഈ കവി അദ്ദേഹത്തിന്റെ പ്രേമഭാജനവുമായിട്ട്. അദ്ദേഹം സ്നേഹിക്കുന്ന സ്ത്രീയോട് പറയുകയാണ്, നിന്റെ പെരുമാറ്റം, എന്നോടുള്ള പെരുമാറ്റം എന്റെ ശത്രുക്കളെ പോലെ, എന്റെ ശത്രുക്കൾ എന്നോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെയാണ്. അതായത് എന്റെ ശത്രുക്കളെ പോലെ നീ ആയിരിക്കുന്നു, എന്റെ ശത്രുക്കൾ എന്നോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെയാണ് നിന്റെ പെരുമാറ്റം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ ശത്രുക്കളെ സ്നേഹിക്കുന്നു. കാരണം എന്താണ്, നിന്നെ എനിക്കിഷ്ടമാണ്. അപ്പോ നിന്റെ പെരുമാറ്റങ്ങളും എനിക്കിഷ്ടമാണ്. നീ പെരുമാറുന്നത് എങ്ങനെയാണ്, എന്റെ ശത്രുക്കൾ പെരുമാറുന്നത് പോലെയാണ്. അതുകൊണ്ട് എന്റെ ശത്രുക്കളെ എനിക്കെന്താണ്, ഇഷ്ടമാണ്. അജിദുൽ മലാമത ഫീ ഹവാകി ലദീദതൻ ഹുബ്ബൻ ലിദിക്രിക ഫൽയലുംനി അല്ലവമു, ഞാൻ ആക്ഷേപങ്ങളെ കാണുന്നത്, നിന്നെ സ്നേഹിക്കുന്ന കാര്യത്തിലുള്ള ആളുകൾ എന്നെ ആക്ഷേപിക്കുന്നുണ്ട്, ആ ആക്ഷേപങ്ങളെ ഞാൻ കാണുന്നത് ഒരു ലദ്ദത്തായിട്ടാണ്, ഒരു സുഖമായിട്ടാണ്. ആളുകൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ എന്നെ ആക്ഷേപിക്കുമ്പോൾ എനിക്കതിൽ എന്താണ്, എനിക്ക് കൂടുതൽ സന്തോഷമാണ് കിട്ടുന്നത്. ഹുബ്ബൻ ലിദിക്രികി, കാരണം അങ്ങനെ ആക്ഷേപം വരുമ്പോൾ നിന്റെ സ്മരണയോടുള്ള സ്നേഹത്താൽ, നിന്നോടുള്ള സ്നേഹത്താൽ എനിക്ക് കൂടുതൽ കൂടുതൽ ആവേശമാണ്. അതുകൊണ്ട് ഫൽയലുംനി അല്ലവമു, ആക്ഷേപിക്കുന്ന ആളുകൾ എന്നെ ധാരാളമായിട്ട് ആക്ഷേപിക്കട്ടെ, അപ്പൊ എനിക്കെന്താണ്, അതിൽ നിന്ന് കൂടുതൽ സന്തോഷമാണ് കിട്ടുന്നത്. ഈ രീതിയിൽ ഭ്രാന്ത് പിടിച്ച, ഇത് ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചേർന്ന ഒരാൾക്ക് അതിൽ നിന്ന് അവനെ മാറ്റിയെടുക്കാൻ, ചികിത്സിക്കാൻ എന്താണ് മാർഗം എന്നാണ് ചോദിക്കുന്നത്. വലഅല്ല ഹാദാ ഹുവൽ മഖ്സൂദു ബിസ്സുആലിൽ അവ്വലി അല്ലദീ വഖഅ അലൈഹിൽ ഇസ്തിഫ്താ. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, ഇതായിരിക്കാം എന്നോട് ഫത്വ ചോദിച്ച ആ മനുഷ്യൻ, അദ്ദേഹത്തിന് ബാധിച്ചിരിക്കുന്നതായ രോഗം ഇതായിരിക്കാം, അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇതായിരിക്കാം, അദ്ദേഹത്തിന്റെ ഈ ചോദ്യത്തിന്റെ ലക്ഷ്യം ഇതായിരിക്കാം. അതുകൊണ്ടാണ് പറയുന്നത്, അദ്ദേഹം അകപ്പെട്ടിരിക്കുന്ന രോഗം ഇതാണ്, ഈ ഇഷ്ക് എന്ന നിഷിദ്ധമായിരിക്കുന്ന സ്നേഹം. അതിലാണ് ഈ മനുഷ്യൻ എന്ത് ചെയ്തിരിക്കുന്നത്, അകപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് മോചിതനാകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഷെയ്ഖ് അവറുകൾ അതിനുള്ള മറുപടിയാണ് ഈ പറയാൻ പോകുന്നത് എന്ന് അതിലേക്ക് കേന്ദ്രീകരിച്ചിട്ടാണ് ഈ മറുപടി പറയുന്നത്. വദ്ദാഉല്ലദീ ത്വലബ ലഹു ദവാ, ഏതൊരു മരുന്നിനെയാണോ അദ്ദേഹം തേടിയത് അവനുള്ളതായ ആ രോഗം ഇതാണ്. ഖീല, അപ്പൊ അവനോട് പറയപ്പെടും, നഅം, അതെ, അതിന് മരുന്നുണ്ട്. അൽ ജവാബു മിൻ റഅസിൻ, ഇതിന്റെ തുടക്കത്തിലെ എന്ത് ചെയ്തിരുന്നു, അതിന്റെ മരുന്ന് പറഞ്ഞിരുന്നു. മാ അൻസലല്ലാഹു സുബ്ഹാനഹു മിൻ ദാഇൻ ഇല്ലാ ജഅല ലഹു ദവാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗത്തെയും മനുഷ്യന് നൽകുന്നില്ല അതിനെന്തുണ്ടായിട്ടല്ലാതെ, മരുന്നുണ്ടായിട്ടല്ലാതെ.
അലിമഹു മൻ അലിമഹു വജഹിലഹു മൻ ജഹില. അതറിഞ്ഞവൻ അറിഞ്ഞു, അറിയാത്തവൻ അറിവില്ലാത്തവനായി, വിഡ്ഢിയായി. ഇത് തുടക്കത്തിലേ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇതിന് മരുന്നുണ്ട്. വൽ കലാമു ഫീ ദവാഇ ഹാദാ ദാഇ മിൻ ത്വരീഖൈൻ. ഈ രോഗത്തിനുള്ളതായ ചികിത്സ അത് രണ്ടു വഴിയിലാണ്, രണ്ടു വഴിയിലൂടെയാണ് അതിനുള്ള മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നത്. അഹദുഹുമാ ഹസ്മു മാദ്ദതിഹി ഖബ്ല ഹുസൂലിഹാ. അതിൽ ഒന്നാമത്തെ മറുപടി, ഇതിൽ നിന്ന് ഈ രോഗം ബാധിക്കാതിരിക്കാനുള്ള ഒന്നാമത്തെ മരുന്ന്, അത് ഒരാളെ ബാധിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അത് തന്നിലേക്ക് വരുന്നതിന് മുമ്പ് എടുക്കേണ്ട പ്രതിരോധ നടപടിക്രമങ്ങളാണ്. വസാനി ഖൽഉഹാ ബഅദ നുസൂലി. രണ്ടാമത്തേത്, ആരിലാണോ ഇത് ബാധിച്ചത്, ആ ബാധിച്ചു കഴിഞ്ഞയാളെ അവന്റെ ഹൃദയത്തിൽ നിന്ന് എങ്ങനെ എന്ത് ചെയ്യണം, ഇത് പിഴുതെടുക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ മറുപടി. വക്കീലാഹുമാ യസീറുൻ. രണ്ടും എളുപ്പമുള്ള കാര്യമാണ്, രണ്ട് ചികിത്സയും എളുപ്പമുള്ളതാണ്. അലാമൻ യസ്സറഹുല്ലാഹു അലൈഹി. ആർക്കാണോ അള്ളാഹു എളുപ്പം ചെയ്തു കൊടുത്തത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ രണ്ട് ചികിത്സകൾ എളുപ്പമാണ്. വമുതഅദ്ദിറുൻ അലാമൻ ലം യുഇൻഹുല്ലാഹ് ഫഇന്ന അസിമ്മത അൽ ഉമൂരി ബിയദൈഹി. ആരുടെ മേൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നില്ലയോ അവനെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസകരമായിരിക്കും. കാരണം കാര്യങ്ങളുടെ പ്രതിസന്ധി അത് അള്ളാഹുവിന്റെ കയ്യിലാണ് എന്നുള്ളതാണ്. അതിനുശേഷം ഇമാം അവറുകൾ ഈ പറയുന്ന രണ്ട് രൂപത്തിലും ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം, ഒരാൾക്ക് അവന്റെ ജീവിതത്തിൽ ഈ രോഗം വന്നു പെടാതെ എങ്ങനെ സൂക്ഷിക്കാം, രോഗം വന്ന് പെട്ടുകഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഹൃദയത്തിൽ നിന്ന് പിഴുതെടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വളരെ വിശാലമായ മറുപടിയാണ് ഇനിയുള്ള പേജുകളിൽ ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.